പ്രധാന വാർത്ത തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ബോംബ് ഭീഷണി. ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തി. പോലീസിന്റെ FB മെസ്സഞ്ചറിലാണ് സന്ദേശം അയച്ചത്. സന്ദേശം എത്തിയത് തെലങ്കാനയിൽ നിന്നെന്നാണ് പോലീസ് പറയുന്നത്. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു. സൂര്യ, പരിശോധനയിൽ എന്താണ് കണ്ടെത്താനായത്? എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ? കാളിദാസ്, തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ നടത്തിയ പരിശോധനയിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് റെയിൽവേ അധികൃതർ അറിയിക്കുന്ന വിവരം. പ്രോട്ടോകോൾ അനുസരിച്ചുള്ള പരിശോധനകളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. ട്രെയിൻ ഗതാഗതത്തിന് സുരക്ഷാ പ്രശ്നങ്ങൾ ഇല്ലെന്നും അധികൃതർ വിശദമാക്കുന്നുണ്ട്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ തന്നെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലുമാണ് ഇത്തരത്തിൽ ബോംബ് വെച്ചിട്ടുണ്ട് എന്നുള്ള മെസ്സേജ് പോലീസിന് ലഭിക്കുന്നത്. സന്ദേശം വന്നത് പോലീസിന്റെ FB മെസ്സഞ്ചറിലാണ്. കഴിഞ്ഞ ദിവസമാണ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത്. അതേ തുടർന്ന് സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് നടത്തിയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരത്തോടു കൂടിയാണ് കൂടുതൽ പരിശോധനകളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ജില്ലയിൽ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ബോംബ് ഭീഷണി മെസ്സേജുകൾ വരുന്നുണ്ടായിരുന്നു. പല ഹോട്ടലുകളിലും ബോംബ് വെച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള മെസ്സേജുകൾ വരികയും പിന്നീട് പരിശോധനയിൽ അത് വ്യാജ മെസ്സേജ് ആണ് എന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും ബോംബ് വെച്ചിട്ടുണ്ട് എന്നുള്ള മെസ്സേജ് കൂടി പോലീസിന് ലഭിക്കുന്നത്. അത്തരത്തിൽ ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. പക്ഷേ അസ്വാഭാവികമായിട്ടുള്ള ഒന്നും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. 36 മണിക്കൂറിനുള്ളിൽ ബോംബ് പൊട്ടുമെന്നുള്ള സന്ദേശമാണ് പോലീസിന്റെ FB മെസ്സഞ്ചർ വഴി ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൊല്ലം, കോട്ടയം, എറണാകുളം റെയിൽവേ സ്റ്റേഷനുകളിലും നിലവിൽ പരിശോധന നടത്തുന്നുണ്ട്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സുരക്ഷാ ഏജൻസികളുടെ ഒരു പ്രത്യേക യോഗം ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സുരക്ഷ ശക്തമാക്കാനുള്ള തീരുമാനം ഈ യോഗത്തിൽ എടുത്തിട്ടും ഉണ്ട്. എന്തായാലും സന്ദേശം അയച്ച വ്യക്തി, ഈ സന്ദേശം വന്നിട്ടുള്ളത് തെലങ്കാനയിൽ നിന്നും ആണ് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്ന ഒരു കാര്യം. ആളെ പറ്റിയുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരവും കൂടി ലഭിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കേരളത്തിൽ നിന്നുള്ള പോലീസ് തന്നെ തെലങ്കാനയിലേക്ക് പോയി ഈ ആളെ സംബന്ധിക്കുന്ന കൂടുതൽ അന്വേഷണം നടത്തുമെന്നുള്ള വിവരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഭയപ്പെടേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെയും പോലീസിന്റെ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ കാര്യം. സൂര്യ, തിരുവനന്തപുരത്ത് ഈ റെയിൽവേ സ്റ്റേഷനിൽ മാത്രമാണോ ബോംബ് ഭീഷണി ഉണ്ടായത്? മറ്റേതെങ്കിലും പ്രദേശങ്ങളിൽ ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചോ? എങ്ങനെയാണ്? വേറെ ഏതെങ്കിലും ഭാഗങ്ങളിൽ പരിശോധന നടന്നിരുന്നോ? അതോ റെയിൽവേ സ്റ്റേഷനിൽ മാത്രമാണോ പരിശോധന നടന്നത്? നിലവിൽ ഈ മെസ്സേജിൽ പറയുന്നത് പ്രകാരം തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ തന്നെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും ബോംബ് വെച്ചിട്ടുണ്ട്. അത് 36 മണിക്കൂറിനുള്ളിൽ പൊട്ടും. ഇതാണ് സന്ദേശത്തിൽ പറയുന്നത്. അതനുസരിച്ചാണ് പോലീസ് പരിശോധന നടത്തുന്നത്. തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചും സ്റ്റേഷന്റെ പരിസര പ്രദേശങ്ങളിലുമാണ് പോലീസും ബോംബ് സ്ക്വാഡും അടക്കമുള്ളവർ പരിശോധന നടത്തിയത്. പരിശോധനയിൽ അസ്വാഭാവികമായിട്ടുള്ള ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ട്രെയിൻ ഗതാഗതത്തിന് സുരക്ഷാ പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ള വിശദീകരണം റെയിൽവേയുടെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടുണ്ട്. ശരി സൂര്യ, തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ പേരിൽ പരിശോധന എല്ലാം നടത്തി. റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെല്ലാം അധികൃതർ പരിശോധന നടത്തി. എന്നാൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത്.